അടുത്ത one more privilege. Exempted from jury service. MPs are exempted from jury service. Exempted from jury service. Jury service is exempt ചെയ്തിരിക്കുന്നു. They are exempted from jury service. Jury service എന്ന് വെച്ചാൽ they cannot be asked to come to the court when the parliament is in session. കോടതി ഈ പാർലമെന്റ് നടക്കുന്ന കാലത്ത് ഒരു എം പിയോടും കോടതി വരാൻ ആവശ്യപ്പെടാൻ പാടില്ല. ഫോർ എവിഡൻസ് ഓർ ഫോർ എനിത്തിങ് നോ എം പി ക്യാൻ ബി ആസ്ക്ഡ് ടു കം ടു ദ കോർട്ട്. അതിനാണ് എക്സംപ്റ്റഡ് ഫ്രം ജൂറി സർവീസ്. അവർക്ക് സമൻസ് കൊടുക്കുകയോ വാറന്റ് കൊടുക്കുകയോ ഒന്നും പാടില്ല. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദ പാർലമെന്റ് ഈസ് ഇൻ സെഷൻ നോ എം പി ക്യാൻ ബി സമൺ ടു ദ കോർട്ട്. ഇപ്പോൾ ഒരു എം പി കോടതി വരേണ്ട ദിവസമാണ്. സാധാരണ നമ്മളിപ്പോൾ കോടതി വിളിക്കുന്നു, നമ്മൾ ഒരു പ്രാവശ്യം ചെന്നില്ല, രണ്ട് പ്രാവശ്യം ചെന്നില്ല, മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യും? വാറന്റ് അയക്കും, നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പറയും, അറസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. എം പിയെ സംബന്ധിച്ചിടത്തോളം എം പി വരുന്നില്ല, കേസ് വെച്ചിരിക്കുന്നു, പക്ഷേ പാർലമെൻ്റ് ഉണ്ട്. എം പിയുടെ വക്കീൽ അറിയിച്ചാൽ മതി, പാർലമെൻറ്റ് സെഷനിലാണ് വരാൻ പറ്റത്തില്ല, ആ പാർലമെൻറ്റ് സെഷനിലും വരാൻ പറയാൻ പാടില്ല. ബിക്കോസ് ഹിസ് ഫസ്റ്റ് ഡ്യൂട്ടി ഈസ് ടു അറ്റൻഡ് എ മീറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്, ടേക്ക് പാർട്ട് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ പാർലമെൻറ്റ്, സോ ഹി കനോട്ട് ബി സമൺ ടു ദ കോർട്ട്. അപ്പോൾ കോടതിക്ക് പോലും ഇവരെ ആ സമയത്ത് ദേ കനോട്ട് ബി സമൺ ടു ദ കോർട്ട്. ദാറ്റ് ഇസ് പ്രിവിലേജ് ഗിവൺ ടു എം പി. സോ ദീസ് ആർ ദ പ്രിവിലേജസ് ഗിവൺ ടു എവരി എം പി. സോ അപ്പാർട്ട് ഫ്രം റൈറ്റ് they enjoy some privileges. ചിലപ്പോൾ ചോദിക്കും പ്രിവിലേജ് 40 days സിവിൽ കേസ് പിന്നെ സ്പീക്കറെ അറിയിക്കണം, നോ ആക്ഷൻ can be taken for whatever they speak in the house. All these are privileges granted to the MPs. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു എം പി അല്ലാത്തൊരാൾക്ക് an officer has all the privileges. Only one official of the government of India enjoys all the privileges even though he is not a member of the parliament. പാർലമെന്റ് മെമ്പർ അല്ലാതെ ഈ പ്രിവിലേജ് മുഴുവൻ എൻജോയ് ചെയ്യുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. യെസ്, സി എ ജി ഇല്ല, സി കളഞ്ഞാൽ മതി. എ ജി സി എ ജിക്ക് പ്രൊട്ടക്ഷൻ ഇല്ല, എ ജി ഹാസ് എ പ്രൊട്ടക്ഷൻ. ബിക്കോസ് എ ജി ഹാസ് എ റൈറ്റ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഓഫ് ദ പാർലമെന്റ്. എ ജിക്ക് പാർലമെന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അവകാശമുണ്ട്. ഹി ക്യാൻ ടേക്ക് പാർട്ട് ദ ഡിസ്കഷൻ ഓഫ് ദി പാർലമെന്റ്. അതുകൊണ്ട് എ ജി ഓൾസോ എൻജോയ്സ് ഓൾ ദ പ്രിവിലേജസ് ഗിവൺ ടു ആൻ എം പി. എ ജി ഓൾസോ എൻജോയ്സ് ഓൾ ദ പ്രിവിലേജസ് ഗിവൺ ടു ആൻ എം പി. എം പിയുടെ എല്ലാ പ്രിവിലേജും എ ജിക്കും ഉണ്ട്. ബിക്കോസ് he has the right to attend a meeting of the parliament. So someday they will ask a question. ഒന്ന് ചോദിക്കും, who can attend a meeting without being a member of the parliament? ഒന്നിൽ മന്ത്രിക്ക് മെമ്പർ അല്ലെങ്കിലും അറ്റൻഡ് ചെയ്യാം. പിന്നുള്ളത് എ ജി ആണ്. എ ജി can attend a meeting of the parliament without being a member. So these are the privileges given to MB. MB enjoys a lot of privileges. So these are the points you must remember about MB. Next, another point you have to remember is legislative procedure. Legislative procedure means how do you make laws? എങ്ങനെയാണ് നിയമം ഉണ്ടാക്കുന്നത്? How do you make laws? തുടങ്ങി വയ്ക്കാം. How do you make laws? ഒരു നിയമത്തിന് ഓർഡിനറി ലോസ് we are discussing 3 റീഡിങ്സ് ഉണ്ടെന്ന് പറയും. every law must have, every bill must have 3 readings. ഏതൊക്കെയാണ്? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് റീഡിംഗ്, second reading and third reading. Every bill has 3 readings. First reading, second reading and third reading. Legislative procedure ആണ്. Every bill must undergo 3 readings. First reading, second reading and third reading. അപ്പം another question that can be asked is, a bill may undergo what changes during which reading? അതാണ് സാധാരണ ചോദിക്കാതെ. ഏത് റീഡിംഗ്? സെക്കൻഡ് റീഡിംഗ്. Bill may undergo what changes during second reading. Bill may be changed completely during second reading stage. എന്ത് മാറ്റം വേണേലും ബില്ലിന് വരുത്താം. ജസ്റ്റ് have an idea. ഫസ്റ്റ് റീഡിംഗ് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ബിൽ. ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഹൗസ് ബൈ ദ മിനിസ്റ്റർ, ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് റീഡിംഗ്. അല്ലെങ്കിൽ മെമ്പർ, ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് റീഡിംഗ്. സെക്കൻഡ് റീഡിംഗ് എന്ന് വെച്ചാൽ ബിൽ ഈസ് സബ്ജക്റ്റഡ് ടു ഡീറ്റെയിൽ ഡിസ്കഷൻ. ബിൽ അണ്ടർഗോസ് വാസ്റ്റ് ചേഞ്ചസ് ബിക്കോസ് MPs may propose amendments. ഒരുപാട് ചേഞ്ചസ് സജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും. So bill may undergo changes during second reading. Third reading, no amendment can be proposed. Third reading, only discussion of the bill and the bill is put to vote. Discussion of the bill and the bill is amendment ഒന്നുമില്ല. അപ്പോൾ 3 റീഡിങ്സ് ആണ് നോർമലി എ ബിൽ ഹാസ് ടു അണ്ടർഗോ. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ആൻഡ് തേർഡ് റീഡിംഗ്. ഒരു ഓർഡിനറി ബില്ല് ആർക്ക് അവതരിപ്പിക്കാം? മിനിസ്റ്റേഴ്സ്, റൂളിംഗ് പാർട്ടി മെമ്പേഴ്സ്, ഓപ്പൺ പാർട്ടി മെമ്പേഴ്സ്. ആർക്കാണ് ഒരു ഓർഡിനറി ബില്ല് അവതരിപ്പിക്കാവുന്ന പാർലമെന്റിൽ? എനി മെമ്പർ. മിനിസ്റ്റർക്കും ആകാം,
മെമ്പർക്കും ആകാം. എനി മെമ്പർ ക്യാൻ ഇൻട്രൊഡ്യൂസ് എ ബിൽ ഇൻ ദി പാർലമെന്റ്. എനി മെമ്പർ ക്യാൻ ഇൻട്രൊഡ്യൂസ് എ ബിൽ ഇൻ ദി പാർലമെന്റ്. ഇപ്പം ബിൽസിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർഡിനറി ബില്ലിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. ഒന്ന് ഗവൺമെൻറ് ബിൽ ആൻഡ് അതർ ഈസ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. ഗവൺമെൻറ് ബിൽ ആൻഡ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. ഗവൺമെൻറ് ബിൽ ആൻഡ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. ഗവൺമെൻറ് ബിൽ എന്ന് പറഞ്ഞാൽ എ ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ മിനിസ്റ്റർ. ഗവൺമെൻറ് ബിൽ എന്ന് പറഞ്ഞാൽ മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബിൽ. പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ മീൻസ് എനി ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എനി മെമ്പർ അതർ ദാൻ എ മിനിസ്റ്റർ. മന്ത്രി അല്ലാത്ത റൂളിംഗ് പാർട്ടി ഒപ്പോസിറ്റ് പാർട്ടി മെമ്പർ അവതരിപ്പിക്കുന്ന ബില്ലാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. സോ വി ഹാവ് ടു ടൈപ്സ് ഓഫ് ബിൽസ്. ഗവൺമെൻറ് ബില്ലെല്ലാം പാസ്സാവും. പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ നാച്ചുറലി ഡോണ്ട് ബി പാസ്ഡ്. ഇനി ഓർഡിനറി ബില്ല് ആർക്കും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. ഏത് ഹൗസിലാണ് അവതരിപ്പിക്കുന്നത്? ലോക്സഭ, രാജ്യസഭ, ഓർ ഇൻ ഐദർ ഹൗസ്. ഓപ്ഷൻ 3 തരും. ഇൻ ഐദർ ഹൗസ്, ഏത് ഹൗസിൽ അവതരിപ്പിക്കാം. ഓർഡിനറി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഐദർ ലോക്സഭ ഓർ ദ രാജ്യസഭ. ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ പിന്നെ രാജ്യസഭ പാസ്സാക്കണം. രാജ്യസഭയിൽ അവതരിപ്പിച്ചാൽ പിന്നെ ലോക്സഭയിൽ വന്ന് പാസ്സാക്കണം. സോ ബിൽ മസ്റ്റ് ബി പാസ്ഡ് ബൈ ബോത്ത് ഹൗസസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഐദർ ഹൗസ് ഓഫ് പാർലമെന്റ്. Bill may be introduced in either house. And preparation of a bill is very difficult. Preparation of bill എന്ന് വെച്ചാൽ ഒരു ബില്ല് ഉണ്ടാക്കണമെങ്കിൽ അത് ഭരണഘടനയ്ക്ക് എതിരാകാൻ പാടില്ല, കോടതി വിധിക്ക് എതിരാകാൻ പാടില്ല, മറ്റ് നിയമത്തിനെതിരാകാൻ പാടില്ല. അതുകൊണ്ട് നല്ല ലീഗൽ എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ബില്ലുണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് സർക്കാർ മാത്രമേ സാറിന് ബില്ലുണ്ടാക്കുള്ളൂ. ഗവൺമെൻറ് പ്രിപ്പയർസ് എ ബിൽ. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ലോ, കേരളത്തിലൊരു സെക്രട്ടറി ലോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കേന്ദ്രത്തിലൊരു ലോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർക്ക് ബില്ലുണ്ടാക്കാൻ അറിയാം. അവരും കൺസേൺ വകുപ്പ് കൂടെ ചേർത്തിട്ട് ബില്ലുണ്ടാക്കും. അപ്പോൾ സാധാരണ ബില്ല് മുഴുവൻ ഉണ്ടാക്കുന്നത് ഗവൺമെൻറ്റും കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റും. പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് അവതരിപ്പിക്കാം, പക്ഷേ അത് ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പാസ്സാകാൻ ബുദ്ധിമുട്ടാണ്. ചില പ്രൈവറ്റ് മെമ്പേഴ്സ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചിലപ്പം ലാസ്റ്റ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പാസ്സായി 70 മറ്റോ, 70 ശേഷം ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലും പാസ്സായിട്ടില്ല. 1970 ശേഷം 49-50 കൊല്ലമായി നോ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ ഹാസ് ബീൻ പാസ്ഡ്. ഇപ്പം നിങ്ങൾ പേപ്പർ വായിച്ചു കാണും. കുറച്ച് കാണുമ്പോൾ പ്രേമേന്ദ്രൻ ഒരു ബില്ല് അവതരിപ്പിച്ചു, ശബരിമല കയറ്റത്തിന്. ബില്ല് അവതരിപ്പിക്കാൻ പറ്റുമെന്നല്ല, പിന്നെ ഫർദറായിട്ടൊന്നും നടക്കത്തില്ല. നോ, ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ഗെറ്റ് എ പ്രൈവറ്റ് മെമ്പർ ബിൽ പാസ് ബൈ ദ പാർലമെൻറ്റ്. സോ ദീസ് ആർ ദ പോയിൻറ്റ്സ് യു ഹാവ് ടു സ്റ്റഡി. കമ്മിറ്റീസ് ഉണ്ട്. ദെൻ അടുത്ത ഏരിയ ദാറ്റ് വി ഷാൽ ഡിസ്കസ് നെക്സ്റ്റ് ക്ലാസ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. എഴുതണമെന്നില്ല, ആൻസർ പറയാൻ നോക്കുക. എത്രത്തോളം ആൻസർ പറയാൻ പറ്റുന്നു, അല്ലെങ്കിൽ ശരിയായിട്ട് ആൻസർ ചെയ്യാൻ നോക്കുന്നു. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ഇന്ത്യൻ സിറ്റിസൺ? First duty of Indian citizen to abide by the Constitution, respect its ideals and institutions, national flag and the national anthem. നാഷണൽ സോങ്ങും ഇല്ല, നാഷണൽ എംബ്ലവും ഇല്ല. അതെപ്പോഴും ഓർക്കാം. നാഷണൽ സോങ് തരും, നമുക്ക് ശരിയാണെന്ന് തോന്നും. നാഷണൽ സോങ് ഇല്ല, നാഷണൽ എപ്പോഴും ചോദിക്കും. ഫസ്റ്റ് ഡ്യൂട്ടി is to abide by the Constitution of India. And another duty I say, ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ancient monuments should be protected. അങ്ങനെ ഡ്യൂട്ടി ഉണ്ടോ? It's only a directive principle. Ancient monuments should be protected. It's only a directive principle. Next one, national anthem adopt ചെയ്തത് എന്നാണ്? When did we adopt national anthem? Conceptually എന്നാണ് national anthem adopt ചെയ്തത്? 24 January 1950. 24 January 1950 national anthem was adopted. National song on the same day. National emblem was adopted on 26 January. നാഷണൽ എംബ്ലം 2 ദിവസം കഴിഞ്ഞിട്ടാണ്, 26 January. നാഷണൽ എംബ്ലം വാസ് അഡോപ്റ്റഡ് ഓൺ 20 January. എത്ര ആനിമൽസ് വിസിബിൾ ആണ് നാഷണൽ എംബ്ലത്തിൽ? 4. ഏതൊക്കെയാ? ഹോഴ്സ്, ബുൾ, ലയൺ. എത്ര ആനിമൽസ് ആർ വിസിബിൾ? ഹൗ മെനി ആനിമൽസ് ആർ വിസിബിൾ? ലയൺ, ബുൾ, ഹോഴ്സ്. എലിഫൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓൺലി ഉണ്ടോ? Yes. Only 3 animals are visible: lion, horse and bull. A galloping horse, lion and bull. അല്ലെങ്കിൽ 3 ലയൺ എന്ന് പറയാം വിസിബിൾ. എന്നാൽ എലിഫൻ്റ് ഇല്ല. നമ്മൾ എടുത്തതിൻ്റെ താഴെ എലിഫൻ്റ്. നാഷണൽ എംബ്ലത്തിനകത്ത് എലിഫൻ്റ് ഇല്ല. എപ്പോഴും ഓർക്കുക, പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും എലിഫൻ്റ് ഇല്ല. യെസ്, ഇല്ലില്ല. ആകെയുള്ള പിന്നുള്ളത് അശോക ചക്ര. എത്ര ഇതുണ്ട്, സ്പോക്സ് ഉണ്ടെന്ന് ചോദിക്കുന്നത്? അതിനകത്ത് 24 സ്പോക്സ് നാഷണൽ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ദേശീയ ഫ്ലാഗിൽ. എലിഫൻ്റ് ഇല്ല. ഹൗ മെനി ആനിമൽ ലയൺ വിസിബിൾ എന്ന് ചോദിച്ചാൽ 3 ലയൺ വിസിബിളാണ്. കൺകർ ലിസ്റ്റ് ഈസ് ടേക്കൺ ഫ്രം വിച്ച് കൺട്രി? ഓസ്ട്രേലിയ. യെസ്, എവരിവൺ നോസ്.
Right to property was taken away by which amendment? Yes, right to property was taken away by which amendment? 44th, 1978. Right to property was taken away by 44th amendment, 1978. Marajiyയുടെ കാലത്ത് 1978 44th amendment was 40th amendment was passed and right to property was taken away. For a question പണ്ട് UPSC ചോദിച്ചാണ്, റിലീജിയൻ പ്രകാരം നോ റിലീജിയസ് ടാക്സ് ക്യാൻ ബി കളക്റ്റഡ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ക്യാൻ ബി കളക്ട് ഫീസ് ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ? You cannot collect tax on the base of religion, but can be collect fees on the base of religion. Tax cannot be collected, fees can be collected. Religion പറഞ്ഞ് ഫീസ് കളക്ട് ചെയ്യാം, ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പം ജെസ്സി എന്നൊരു ടാക്സ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ടാക്സ് കളക്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ. ഫീസ് എന്ന് പറഞ്ഞാൽ റിലീജിയൻ പറഞ്ഞാൽ എല്ലാവർക്കും അല്ല കൊടുക്കേണ്ട ഫീസ്. ഇപ്പോൾ ഹജ്ജ് പിൽഗ്രിമേജിന് അടുത്താണ്, പോകേണ്ടവരെല്ലാം 5000 രൂപ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഫീസ് ക്യാൻ ബി കളക്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ, ബട്ട് ടാക്സ് നോട്ട് ബി കളക്റ്റഡ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഓർത്തിരിക്കുക. ഫീസ് കനോട്ട് ബി കളക്റ്റഡ്, ഫീസ് ക്യാൻ ബി കളക്റ്റഡ്, ടാക്സ് കനോട്ട് ബി കളക്റ്റഡ്. ഇസ് ക്ലിയർ? ടാക്സ് ക്യാൻ ബി കളക്റ്റഡ്, കനോട്ട് ബി കളക്റ്റഡ്, ഫീസ് ക്യാൻ ബി കളക്റ്റഡ്. ഫ്രീഡം ഓഫ് റിലീജിയന് 3 restrictions ഉണ്ട്. ഫ്രീഡം ഓഫ് റിലീജിയൻ ഹാസ് 3 restrictions. Subject to, what are the 3 restrictions of freedom of religion? Subject to ഏതൊക്കെയാണ്? ഒന്ന് ഞാൻ പറയാം, സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ. ഇനി ഏതാണ് 2 other restriction? സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. 3 restriction ആണ് ഫ്രീഡം ഓഫ് റിലീജിയൻ. സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എടുത്തായിരുന്നോ? ആരെങ്കിലും എടുത്താൽ? ഇല്ലല്ലോ, എടുത്തിട്ടില്ല. അടുത്ത ക്ലാസ് ഒന്ന് ഓർപ്പിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയാം. സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. പബ്ലിക് ഓർഡർ, പൊതു ലോ ആൻഡ് ഓർഡറിനെ അഫക്റ്റ് ചെയ്യുന്ന റിലീജിയസ് ഫ്രീഡം പാടില്ല. മൊറാലിറ്റിക്കെതിരെ റിലീജിയസ് ഫ്രീഡം പാടില്ല. ഹെൽത്തിനെതിരെ മൊറാലിറ്റി ഫ്രീഡം. ഇപ്പോൾ മറ്റേ ജീവനെയൊക്കെ പണ്ടൊക്കെ ബലി അർപ്പിക്കുന്നത്, അതൊക്കെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ്. നെക്സ്റ്റ് വൺ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വാസ് ക്രിയേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ വിച്ച് ആർട്ടിക്കിൾ? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ is created under which article? 21. Article 21 right to life and liberty. അതിൻ്റെ കൂടെയാണ് റൈറ്റ് ടു വെൽ പ്രൊട്ടക്ട് എൻവയൺമെന്റ്. ഇറ്റ് ഇസ് ക്രിയേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 21. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന് 4, ഡൽഹി കൂടാതെ 4 ബ്രാഞ്ചസ് ഉണ്ട്. എവിടെയൊക്കെയാണ്? ചെന്നൈ, കൽക്കട്ട, ഭോപ്പാൽ, പൂനെ. 4 ഇടത്ത്. ചെന്നൈ, കൽക്കട്ട, ഭോപ്പാൽ, പൂനെ. 4 ഇടത്ത് benches apart from Delhi. Originally Supreme Court had how many judges? Originally തുടക്കത്തിൽ 1950 സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജസ് ഉണ്ടായിരുന്നു? 8 judges including Chief Justice. There were 8 judges including Chief Justice. സുപ്രീം കോടതി ഇനാഗുറേറ്റ് ചെയ്തതെന്നാണ് അറിയാം? 28th January 1950. 28th January 1950. Supreme Court was formally inaugurated. At that time, 8 judges. Now 34 judges. Now 34 judges in the Supreme Court. There are 34 judges now in the Supreme Court. National Panchayat Day is celebrated on April 24th. April 24th. NHRC കേസ് എടുക്കുന്നതിന് ചില റിസ്ട്രിക്ഷൻ ഉണ്ട്. എത്ര നാൾ വരെയുള്ള കേസ് എടുക്കാവും? NHRC can take cases which have taken place during the last എത്രാമത്തെ കേസ്? ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറയും. ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. NHRC എത്ര ലിമിറ്റേഷൻ പീരീഡ് എന്ന് അറിയാമോ? 1 വർഷം. ഒറ്റ വർഷത്തെ കേസ് മാത്രമേ NHRC SHRC എടുക്കാൻ പറ്റൂ. കഴിഞ്ഞ 1 കൊല്ലം നടന്ന സംഭവം മാത്രമേ NHRCയിൽ വരുള്ളൂ. NHRC only those offences, those violations of human rights that have taken place during the last 1 year alone can be considered by NHRC. ആന്ധ്ര ഫോം ചെയ്തത് എന്നാണ്? The date on which Andhra state was formed. First state formed on the basis of language of Andhra. It was formed on 1st October 1953. 1st October 1953. Capital എന്തായിരുന്നു at that time? Kurnool. KURNOOL. Kurnool was the capital. കേരളം ഉണ്ടായ ഫസ്റ്റ് നമ്പർ 56. ആദ്യത്തെ കേരള ഗവർണർ
B. Ramashaw. B. Ramashaw was the governor of Kerala, first governor of Kerala. Salary of the governor of Kerala or governor of a state. Salary of a governor of a state. Etra? 5 lakhs president salary. Governor salary. ഏതാണ് ഈ സാലറി മുഴുവൻ ഓർത്തിരിക്കണം. പ്രസിഡന്റ് 5 lakhs. പറഞ്ഞാണ് ഫിക്സ് ചെയ്ത സാലറി. പ്രസിഡന്റ് 5 lakhs. വൈസ് പ്രസിഡന്റ് 4 lakhs. ഗവർണർ 3.5 lakhs. ഗവർണർ സാലറി 3.5 lakhs. Then Chief Justice of India 2.8 lakhs. 2.8 lakhs. Judges of Supreme Court 2.5 lakhs. Chief Justice of India or Chief Justice of High Court 2.5 lakhs. Chief Justice of High Court Supreme Court Judge ഒരേ റാങ്കാണ് 2.5 lakhs. Judges of High Court 2.25. ഇനി CAG യുടെ സാലറി സെയിം സാലറി ഓഫ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് 2.5 സെയിം സാലറി ഓഫ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും സെയിം സാലറി ഓഫ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് 2.5 lakhs. കേരള അസംബ്ലിയിലെ ഏക യുനാനിമസ്ലി എലക്റ്റഡ് മെമ്പർ 57 ആദ്യത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഒരു മെമ്പർ മാത്രം ഉമേഷ് റാവു എലക്റ്റഡ് യുനാനിമസ്ലി 57 ബഞ്ച് ചേർത്തത്. ഹി വാസ് എലക്റ്റഡ് യുനാനിമസ്ലി. Maximum period a state can be under president rule. Maximum period a state can be under president rule is എമർജൻസി നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, എന്നാലും ഓർത്തിരിക്കുക 3 years. Maximum period a state can be under president rule is 3 years. എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. 6 മാസം കൂടുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റൻഷൻ എല്ലാം 3 മാസം 6 മാസം എക്സ്റ്റെൻഡ് ചെയ്യണം. 3 years. അങ്ങനെ 3 years വരെ വരാം. Preamble was amended by ഏത് അമെൻമെൻ്റാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തത്? ബൈ 42nd amendment. 42nd amendment change preamble. എത്ര വേർഡ്സ് ആഡ് ചെയ്തു? 3 words were added: socialist, secular and integrity. 3 words were added to the preamble: socialist, secular and integrity. ഏത് കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് preamble is a part of Indian constitution? Keshavananda Bharati case. Preamble is a part of Indian, that was decided by Supreme Court in Keshavananda, but not enforceable part. Basic structure theory ഉണ്ട്, പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം 4 ഫീച്ചേഴ്സ് പറയാം. ഇതിലേതാണ് ബേസ് ഫീച്ചർ അല്ലാത്തത് അല്ലെങ്കിൽ ആണെന്ന് പറയാം. 1 സെക്കുലാറിസം ബേസ് ഫീച്ചറാണോ? അതെ. ഫെഡറലിസം ബേസിക് ഫീച്ചറാണ്. സോഷ്യലിസം അല്ല. സോഷ്യലിസം ബേസിക് ഫീച്ചറല്ല. ഫെഡറലിസം ബേസിക് ഫീച്ചറാണ്. സോഷ്യലിസം ബേസിക് ഫീച്ചറല്ല. സോഷ്യലിസം എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രിയാമ്പിളാണ് സോഷ്യലിസം ഉള്ളതുകൊണ്ട് എല്ലാവരും എഴുതും സോഷ്യലിസം ബേസിക് ഫീച്ചറാണ്. സോഷ്യലിസം ബേസിക് ഫീച്ചറല്ല. പാർലമെൻ്ററി സിസ്റ്റം ബേസിക് ഫീച്ചറാണ്. പക്ഷേ ക്വസ്റ്റ്യൻ അതായിരിക്കത്തില്ല. പാർലമെൻ്ററി സോവറിറ്റിയാണ്. പാർലമെൻ്ററി സോവറിറ്റി ബേസിക് ഫീച്ചറാണോ? അല്ല. പാർലമെൻ്ററി സോവറിറ്റി ഇല്ല. ഇന്ത്യൻ പാർലമെൻറ്റ് സോവറിൻ അല്ല. ഇന്ത്യൻ പാർലമെൻറ്റ് ലിമിറ്റഡ് പവറേ ഉള്ളൂ. അപ്പോൾ പാർലമെൻറ്റ് സോവറിറ്റി ബേസിക് ഫീച്ചർ അല്ല, പക്ഷേ പാർലമെൻ്ററി സിസ്റ്റം ബേസിക് ഫീച്ചറാണ്. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും ബേസിക് ഫീച്ചർ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് മിനിമം എത്ര പേര് വേണം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ മിനിമം എത്ര ജഡ്ജസ് കാണും? അതിനിത്ര സംശയം. ഈയിടെ എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് വന്നല്ലോ. എല്ലാം മിനിമം 5 പേരാണ്. മിനിമം 5 പേരാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്. മിനിമം 5 പേര്. പിന്നെ എത്ര വേണമെന്നുള്ള ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കാം. മിക്കവാറും അതെന്ന് വെച്ചാൽ ഒരു 6 പേരായി 3 പിന്നെ ഒരു ജഡ്ജിയെ കൂടെ അപ്പോയിൻ്റ് ചെയ്ത് തീരുമാനം. അപ്പോയിൻ്റ് എപ്പോഴും ഓഡ് നമ്പറാണ്.